രാജ്യത്ത് രാപകലെല്ലാം ഇങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് അത് വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാനിപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ഫഡ്ഗാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബം ഇവിടെയാണ്. എൻ്റെ സഭയൊക്കെ അടച്ചിട്ടിട്ട് ഏകദേശം 8 മാസക്കാലമായി സഭ അടഞ്ഞു കിടക്കുകയാണ്. അനേക പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് പോലും നടത്തുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങളെ സൃഷ്ടിക്കുന്ന ഗവൺമെന്റ് നിയമങ്ങളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങി ഒരു നാട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീറ്റിംഗ് നടത്തുന്നില്ലെങ്കിൽ ഇതിലൂടെ സന്ദേശം നൽകുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞതിൽ വളരെ സന്തോഷം. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം സഹകരിക്കാം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് അധിക സമയം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ സമയത്ത് നമുക്കൊരു നല്ല വചനം വായിക്കാം. നമുക്ക് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-10 ആണ് നമ്മൾ വായിക്കുവാനായിരിക്കുന്നത്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിക്കുന്നത്. അതാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് ഇവിടെ വായിക്കാം. വായിച്ച് സഹായിക്കാം എങ്കിൽ ആർക്കെങ്കിലും വായിക്കാം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോടെ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആമേൻ. കർത്താവെ, ഈ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കരുണയുള്ള ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രിയ പരിശുദ്ധാത്മാവെ, കടന്നു വന്ന് ഈ സന്ദേശത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഈ സന്ദേശം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ ഗ്രൂപ്പിന് മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു പറയുകയാണ്. നല്ല ദൂതുകളെ കർത്താവെ അറിയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവടി എൻ്റെ അതരത്തോടും നാവിനോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന ഈ സമയത്തിൽ കർത്താവെ, അങ്ങയുടെ തിരുവചനങ്ങളെ പുനർതിരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് വലിയ ആശ്വാസത്തിനും ബലത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലരുടെ രോഗങ്ങൾ സൗഖ്യമാകണം. ചിലരുടെ സ്ഥലത്തിന്റെ മീതെയുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. മിനിസ്ട്രിയുടെ മീതെയുള്ളതാകുന്ന ശത്രുവിന്റെ ശക്തികൾ ഇന്ന് പകൽകാലം അഴിഞ്ഞു മാറുന്ന പകൽകാലമായി മാറട്ടെ. കർത്താവ്, ചിലരുടെ അതിരുകളൊക്കെ വിശാലമാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭയപ്പെട്ടിരിക്കുന്നവരുടെ ആ ഭയങ്ങളെ മാറ്റി അവരെ കാക്കുന്ന ഒരു പകൽകാലമാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ആദ്യോടൊന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിനെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ആശ്വാസവും സന്തോഷവും വചനപ്രകാരം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി വചനത്തെയും അടിയനെയും കേൾക്കുന്നവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഹായിക്കണം, ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മളിവിടെ വായിച്ചത് യബ്ബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സന്ദേശമാണ് യബ്ബേസിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ അകത്തൂടെ എനിക്ക് തന്നിട്ടുള്ളതാകുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പേര് അവിടെ കൊടുത്തിട്ട് പറയുകയാണ്, യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു എന്നാണ്. യഹോവയാകുന്ന ദൈവത്തോട് എന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ച് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എന്ന് അവിടെ ഉറപ്പിച്ച് പറയുകയാണ്. അവന് നൽകി, ഇല്ലെങ്കിൽ പിന്നെ നൽകാമെന്ന് പറഞ്ഞു എന്നല്ല, അവന്റെ പ്രാർത്ഥന കേട്ടു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്ന. അവൻ പ്രാർത്ഥിച്ച് നിർത്തി കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന നിർത്തി ഒരു കുത്തോ കോമായോ കൊടുത്തതിന് ശേഷം പറയുകയാണ്, അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഇത്ര കൃത്യമായിട്ട് മറുപടി നൽകുന്ന ഒരു ദൈവത്തോടാണ് യബ്ബേസ് കയറി നിന്ന് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പ്രാർത്ഥനയുടെ മറുപടിയെ മാറ്റിവെക്കുന്ന ദൈവമല്ല. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി നിശ്ചയമായും കൊടുക്കുന്ന ഒരു ദൈവത്തോടാണ് താൻ എന്ത് ചെയ്തത്? പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്താണ് മറുപടി നൽകുന്ന ഒരു ദൈവത്തോടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ എവിടെ ഇരുന്നാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏത് സ്ഥലത്താണെങ്കിലും നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തോടാണ്. ഇവിടെ യബ്ബേസ് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്, ഇല്ലെങ്കിൽ ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത്. അവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തിരിക്കുകയാണ്.
അപ്പോൾ എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള പ്രാർത്ഥനയാണ്. നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം എന്താണ്? എന്റെ ചുറ്റുമുള്ളവർ എന്നെ വ്യസനപുത്രൻ എന്ന് വിളിച്ചവർ, എന്നെ വേദന ഉണ്ടാക്കുന്നവൻ എന്ന് വിളിച്ചവർ, എന്നെ ആ ഒരു പെയിൻ, വേദന എന്ന് വിളിച്ചവരൊക്കെ കാണത്തക്ക രീതിയിൽ എന്താണ്? നിശ്ചയമായും എന്റെ ഈ പ്രാർത്ഥനയ്ക്ക് നീ ഒരു മറുപടി നൽകി എന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യണമെന്ന് എന്ത് ചെയ്യാണ്? അവൻ ദൈവത്തോട് കയറി നിന്ന് പറയുകയാണ്. അവന്റെ പേര് യബ്ബേസ് എന്നാണ്. വ്യസനപുത്രൻ എന്ന് അവന്റെ അമ്മ അവന് പേര് വിളിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സാഹചര്യം എന്താണ്? വേദനിപ്പിക്കുന്നതാണ്. അവൻ എന്ത് പറഞ്ഞാലും വേദനിക്കും, ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്താലും വേദനിക്കും എന്നുള്ള ഒരു പേരാണ് അവന് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചപ്പോൾ അവന്റെ അമ്മയ്ക്ക് വളരെ വേദനയുണ്ടാക്കി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ആ പേര് തന്നെ കൊടുത്തിരിക്കുകയാണ്, വേദനിപ്പിക്കുന്നവൻ. ചിലരങ്ങനെയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഗുണത്തിന് പറഞ്ഞാലും അത് ചിലർക്ക് വേദനയായിട്ട് തോന്നുകയാണ്. നമ്മൾ ഗുണത്തിന് വേണ്ടി ഒന്ന് സഹായിച്ചാൽ, ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ, പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒന്ന് കടന്നു ചെന്നാൽ, ആരോടെങ്കിലും ഒരു ദൂതൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നെങ്കിലും അവർക്കത് വേദനയായിട്ട് ഭവിക്കത്തക്ക രീതിയിലേക്ക് പലപ്പോഴും നമ്മുടെ ജീവിതം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും ദൂത് വിളിച്ചു പറയുന്നു, ആ വ്യസനത്തിൽ തുടരാതെ, ആ പ്രതികൂലത്തിൽ തുടരാതെ അവിടെ നിന്ന് ഇറങ്ങി മാറുവാൻ, ആ വേദനിപ്പിക്കുന്ന അവസ്ഥയെ അനുഗ്രഹത്തിലേക്കൊന്ന് ചുവട് വെക്കുവാൻ അവൻ പ്രാർത്ഥിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവത്തോടാണ്. ഇന്ന് പകൽകാലം നീ ഇരിക്കുന്ന അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം, ഇരിക്കുന്ന അവസ്ഥയിൽ തുടരാതെ, ഇനിയും അവിടെ ഇരുന്നു കൊണ്ട് തുടർന്നു പോകാതെ അവിടെ നിന്ന് ഇറങ്ങി മാറുവാൻ, സാഹചര്യത്തിന് മുകളിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുന്ന ഒരു യബ്ബേസിനെ നമുക്ക് ഇവിടെ കാണാം. സാഹചര്യത്തിൽ അവൻ ഇരിക്കുകയാണെന്ന്, വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവൻ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് മീതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമേ തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇരിക്കുന്ന സാഹചര്യത്തിലേക്ക് നോക്കിയിട്ട് വീണ്ടും വ്യസനപുത്രനായി തുടരുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽകാലം നീ ഇരിക്കുന്ന സാഹചര്യത്തിൽ വേദനയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ, പ്രയാസത്തോടു കൂടി ഇരിക്കുന്നുവെങ്കിൽ, ദുഃഖത്തോടു കൂടി ഇരിക്കുന്നുവെങ്കിൽ അവിടെ ഇരിക്കുവാൻ നീ ഇനി ആഗ്രഹിക്കരുത്. പ്രാർത്ഥിച്ച് നീ അതിനെ മറികടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥന കേട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റിയിട്ട് നിന്റെ തലങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തോടെ ഇന്ന് പകൽകാലം നീ പ്രാർത്ഥിക്കുന്നത് തിരിച്ചറിഞ്ഞു തുടങ്ങിക്കോ. ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഇന്ന് പകൽകാലം എന്റെ ദൈവം പറയുന്നു, നീ പ്രാർത്ഥിച്ചു തുടങ്ങ്, നിന്റെ അവസ്ഥകളെ ഞാനിത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നീ പ്രാർത്ഥിച്ചു തുടങ്ങ്, നിന്റെ അവസ്ഥകളെ ഞാൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണ്, നിന്റെ സാഹചര്യങ്ങളെ ഞാൻ മാറ്റിമറിക്കാൻ പോവുകയാണ്. നീ പറഞ്ഞാൽ പലർക്കും വേദനിക്കുമല്ലേ? നീ ഒന്ന് നോക്കിയാൽ വേദനിക്കുമെന്ന്, നീ ഒന്ന് ശാസിച്ചാൽ വേദനിക്കുമെന്ന്, നീ ഒരു വചനം വിളിച്ചു പറഞ്ഞാൽ വേദനിക്കും. ഓ, ഇത് മുള്ളുപോലെ വേദനിക്കുന്നതാണെന്ന് നിന്നെ നോക്കി പറഞ്ഞ സാഹചര്യങ്ങൾക്ക് നടുവിലിരുന്നു കൊണ്ട് നീ ആത്മാർത്ഥമായിട്ട് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മുള്ളിന്റെ അവസ്ഥകളെ മാറ്റിയിട്ട് ഇനി നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ പ്രസംഗങ്ങളിൽ അനുഗ്രഹത്തിന്റെ ദൂതുകൾ വന്നു വീടുവന്നൊക്കെവണ്ണം ഇന്ന് പകൽക്കാലം നീ വായു തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. അവസ്ഥകളെ മാറ്റുന്ന ദൈവം, യബ്ബേസിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം നിന്റെ കുടുംബത്തിന്റെ അകത്ത് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെ എന്താണ് ഇവൻ ഇസ്രായേലിന്റെ ദൈവം എന്ന് എടുത്തു പറഞ്ഞതിന്റെ കാര്യം എന്താണ്? ഇവിടെ അതാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവത്തോട്. അപ്പൊ ഇസ്രായേലിനെ പറ്റി നമുക്കറിയാം. എന്താണ് ഇസ്രായേൽ, അല്ലെങ്കിൽ ആരാണ് ഇസ്രായേൽ എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടും അറിയാം, അല്ലെ? അപ്പോൾ യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഉബായി എന്ന് പറയുന്ന ജ്യേഷ്ഠനെ ചതിച്ച, ആ അപ്പനെ ചതിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം. ജ്യേഷ്ഠനെ ചതിച്ചു, ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചടിച്ചു. അപ്പനെ ചതിച്ചിട്ട് അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ച് യാക്കോബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളെല്ലാവരും ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പകൽകാലം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദേശത്തിൽ യബ്ബേസ് പ്രാർത്ഥിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവത്തോടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് എന്ന് പറയുന്ന ഉപായിയായിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനേക കാലഘട്ടങ്ങളിൽ അവൻ ഉപായിയായി ജീവിച്ചു. അനേക കാലഘട്ടങ്ങളിൽ അവൻ അപ്പന്റെ ഭവനത്തിൽ നിന്നും അകന്ന് ജീവിക്കേണ്ടി വന്നു. അനേക കാലഘട്ടങ്ങളിൽ ആ വേദനയും പേറി അവൻ ജീവിക്കേണ്ടി വന്നു. അങ്ങനെ അവന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ യാബോക്കിന്റെ കടവിലേക്ക് അവൻ അടുത്തു വരുമ്പോൾ, ആ യാബോക്കിന്റെ കടവിൽ വെച്ച് അവന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവൻ ഒരുവനോട് മല്ല് പിടിക്കുകയാണ്.
നമുക്ക് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോഴാണ് അതിന്റെ 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ മുമ്പിൽ എന്താണ്, അധിക സമയമില്ലല്ലോ, നിങ്ങൾക്ക് എടുത്തത് വായിച്ചുകൊണ്ടിരിക്കാം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു സായാഹ്നത്തിൽ അവൻ യാബോക്ക് എന്ന് പറയുന്ന ഒരു കടവിന്റെ തീരത്ത് വരികയാണ്. ആ കടവിന്റെ തീരത്ത് വന്ന് അവന്റെ ഭാര്യമാരെയും അവന്റെ കൂടെയുള്ള കുട്ടികളെയും അവന്റെ ആടുമാടുകളെയും ബാല്യക്കാരെയും എല്ലാം ആ കടവ് കടത്തി വിട്ടതിന് ശേഷം ആ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവൻ ആ കടവിൽ വെച്ച് ഒരുവനോട് മല്ല് പിടിക്കുകയാണ്, ഒരു ദൈവത്തോട് മല്ല് പിടിക്കുകയാണ്, ഒരു ദൈവപുരുഷനോട് മല്ല് പിടിക്കുകയാണ്. ആര്? ഉബായി എന്ന് പേരുള്ളവൻ, ആ ജ്യേഷ്ഠനെ ചതിച്ച് ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചവൻ, അപ്പനെ ചതിച്ച് അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചവൻ എന്ന് ജനം പറയുന്നവൻ, അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഒളിച്ചുപോയി പേടിച്ച് പാർക്കുന്ന ഒരുവൻ ഇതാ ഒരു സായാഹ്നത്തിൽ ദൈവത്തോട് മല്ല് പിടിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ പലതിനെയും കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്റെ ഉബായി എന്ന് വിളിച്ചേക്കാം, ജ്യേഷ്ഠന്റെ അവകാശം തട്ടിയെടുത്തവൻ എന്ന് പറഞ്ഞേക്കാം, എന്നാൽ അപ്പന്റെ കണ്ണ് വെട്ടിച്ച് അനുഗ്രഹം പിടിച്ചു പറിച്ചവൻ എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അതും പേര് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന ഒരു യാക്കോബിനെയല്ല യാബോക്കിന്റെ കടവിൽ നമ്മൾ കാണുന്നത്. ആ ഇരിക്കുന്ന അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യുകയാണ്? മനോവസനം കൊണ്ട് തകർന്നവൻ ഇതാ യാബോക്കിന്റെ കടവില് ദൈവത്തിന്റെ ദൂതനോട് മല്ല് പിടിക്കുന്നു എന്ന് നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ, അതുവരെ ഉണ്ടായിരുന്ന അവന്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളെയും എല്ലാ തരത്തിലുള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങളെയും അവൻ ആ യാബോക്കിന്റെ കടവിൽ നിന്ന് രാത്രികാലം വെച്ചൊഴിയുവാൻ ഒരു മല്ലയുദ്ധം നടത്തുകയാണ്. ദൈവത്തിന്റെ ദൂതനുമായിട്ടൊരു മല്ലയുദ്ധം നടത്തുകയാണ്. ഇന്ന് പകൽകാലം കാലങ്ങളായി ചിലതിനെ പേറിക്കൊണ്ട് നടക്കുന്നവർ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനകത്ത് ഇരിപ്പുണ്ട്. കാലങ്ങളായി ചില വേദനിപ്പിക്കുന്ന ചിന്തകള്, ചില പ്രയാസപ്പെടുത്തുന്ന ദുഃഖങ്ങള്, ചില ഉബായി എന്ന് പറയുന്ന പേരുകൾ ഇന്ന് പകൽകാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ഈ കടവ് ഇന്ന് നിന്റെ ജീവിതത്തിന്റെ സായാഹ്നമാണ്. ഈ കടവ് കടക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ദൈവത്തോട്, യഹോവയാകുന്ന ദൈവത്തോട് ഒരു അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചിട്ടല്ലാതെ നീ കടവ് കടക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സഭയോട് ദൂത് വിളിച്ചു പറയുകയാണ്. ഈ കടവ് നീ കടക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽകാലം ഈ കടവ് നീ കടക്കുന്നുവെങ്കിൽ നിന്റെ പേരൊന്ന് മാറേണ്ടത് ആവശ്യമാണ്. നിന്റെ ജീവിതത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന ചിലതൊക്കെ ഒന്ന് വിട്ടുകളയേണ്ടത് ആവശ്യമാണ്. ആ വിട്ടുകളഞ്ഞ് ഇന്ന് പകൽകാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ചിലരോട് ദൂത് വിളിച്ചു പറയുന്നു. കാലങ്ങളായി ജീവിതത്തിൽ ചില പേരുകള്, ചില വ്യസനങ്ങൾ, ചില ദുഃഖങ്ങളൊക്കെയും നിന്റെ കുടുംബത്തെ, വ്യക്തിപരമാകുന്ന ജീവിതത്തെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നിന്ന് പകൽകാലം നീ ഒന്ന് മല്ല് പിടിക്കുവാൻ തയ്യാറായാല്, ആ ഇസ്രായേലിന്റെ ദൈവത്തോടൊന്ന് മല്ല് പിടിക്കുവാൻ തയ്യാറായാല് ഈ കടവ് കടക്കുമ്പോൾ നീ വെറുതെ മടങ്ങിപ്പോകത്തില്ല കേട്ടോ. ഒരനുഗ്രഹം നിന്റെ ജീവിതത്തിൽ എന്നേക്കുമായി വെച്ചിട്ട് മാത്രമേ എന്റെ ദൈവം ഈ കടവ് കടത്തി വിടത്തുള്ള ആത്മാവ് വളരെ വ്യക്തമായി സഭയോട് ദൂത് വിളിച്ചു പറയുകയാണെന്ന് പകൽകാലം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഇന്നത്തെ പ്രാർത്ഥനയുടെ കൂട്ടായ്മ കഴിയുമ്പോൾ നീ ഇതുവരെ വന്നതുപോലെ, ഇതുവരെ സഞ്ചരിച്ച് വന്നതുപോലെയല്ല ഇവിടുന്ന് നീ അപ്പുറത്തേക്ക് കടന്നു പോകേണ്ടത്. കാരണം ഇവിടുന്ന് നീ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ നിന്റെ തലമേൽ ഒരു അനുഗ്രഹത്തിന്റെ മഴ പെയ്യിച്ച് നിന്റെ പേര് മാറ്റിയതിനു ശേഷം മാത്രമേ ഈ കടവ് കടന്ന് നീ അപ്പുറത്തേക്ക് പോകാമുള്ളൂ. കാരണം അപ്പുറത്ത് നിന്റെ ശത്രു നിന്നെ വീഴ്ത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ യാക്കോബ് ശത്രുവിന്റെ മേൽ ജയമെടുക്കുവാൻ, ആ യേശാവിന് മേൽ ജയമെടുക്കുവാൻ എന്ന് വൈകുന്നേരം അവൻ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. അപ്പം സായാഹ്നത്ത് പ്രാർത്ഥിക്കണം. ഞാൻ എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യം ഇതുണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് പ്രാർത്ഥിക്കുന്നതിന്റെ ആവശ്യം? എന്താണ് അത്? ഞാൻ പലപ്പോഴും ഗെത്സമനയിലെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന 1 മിനിറ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് എല്ലായിടത്തും ഞാൻ പറയുന്നത്. കാരണം യേശുക്രിസ്തു നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. ഒരു കല്ലേറ് ദൂരം താൻ അവരെ വിട്ട് വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനായി യേശുക്രിസ്തു 3 പേരെ അപ്പോയിന്റ് ചെയ്യുകയാണ്. യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, ഇവരെ 3 പേരെ അപ്പോയിന്റ് ചെയ്തിട്ട് യേശുക്രിസ്തു അവരെ വിട്ടൊരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വന്ന് നോക്കുമ്പോൾ
ആ പ്രാർത്ഥിക്കാൻ അപ്പോയിന്റ് ചെയ്ത 3 പേരും അന്ന് അവിടെ കിടന്നുറങ്ങുന്ന ഒരവസ്ഥയാണ് ആ ഗത്സമനയിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ എന്നെ ചിന്തിപ്പിച്ചത്, എന്നെ ഭയപ്പെടുത്തിയ മറ്റൊരു ചിന്തയാണ്. എന്നാൽ ഇതേ സമയത്ത് യേശുക്രിസ്തുവിനോട് കൂടെ 3.5 വർഷക്കാലം ഉണ്ടായിരുന്ന യൂദ, അന്ന് പകൽകാലം യേശുക്രിസ്തു അവനെ അപ്പമെടുത്ത് കൊടുത്തതിന് ശേഷം നീ ചെയ്യാനുള്ളത് ചെയ്യൂ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടപ്പോൾ പിശാച് ഉള്ളിൽ കടന്ന യൂദ അന്ന് രാത്രികാലം ഉറങ്ങാതിരിക്കുമ്പോൾ, പിശാച് ഉള്ളിൽ കടന്ന യൂദ അന്ന് സന്ധ്യാസമയത്ത് ഉറങ്ങാതിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഏറ്റെടുത്തവൻ കിടന്നുറങ്ങുകയാണ്. അല്ലെ, പിശാച് അപ്പോയിന്റ് ചെയ്തവൻ രാത്രി പ്രവർത്തിക്കുകയാണെന്ന് ഉറങ്ങാതെ പ്രവർത്തിക്കുകയാണ്. പിശാച് അപ്പോയിന്റ് ചെയ്ത യൂദ ഉറങ്ങാതെ പ്രവർത്തിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കാൻ അപ്പോയിന്റ് ചെയ്ത ജനങ്ങൾ ഗത്സമനയിൽ കിടന്നുറങ്ങുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അവരോടാണ് യേശുക്രിസ്തു പറയുന്നത്, 1 നാഴികയെങ്കിലും നിനക്ക് എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ കഴിവില്ലേ പത്രോസേ എന്ന് ചോദിക്കുന്നതിന്റെ കാര്യം എന്താണ്? യേശുവിനറിയാം യൂദ ഉറങ്ങാത്ത രാത്രിയാണിത്, ഒറ്റക്കൊടുക്കുന്നവൻ ഉറങ്ങാത്ത രാത്രിയാണിത്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ ഏറ്റെടുത്ത സഭകളും ദൈവദാസന്മാരും വിശ്വാസികളും കിടന്നുറങ്ങുമ്പോൾ യൂദയവന്റെ പരിപാടി, അവന്റെ പ്രവർത്തികള് ദൂരെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സഭ വളരെ വ്യക്തമായി തിരിച്ചറിയണമെന്ന് ആത്മാവിന്റെ പകൽക്കാലം ദൂത് വിളിച്ചു പറയുകയാണ്. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക ഗത്സമനയില്, എഴുന്നേറ്റ് ഗത്സമനയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും ഈ കൂട്ടായ്മയോട് ദൂത് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. വിതയ്ക്കുന്നവൻ വിതച്ചതിന് ശേഷം അവൻ പോയതിനു ശേഷം അവൻ കിടന്നുറങ്ങി. അവൻ വിതച്ചതിന് ശേഷം പോയി അവൻ കിടന്നുറങ്ങിയപ്പോൾ അവൻ വിതച്ച നിലത്തേക്ക് ഉറങ്ങാതെ കടന്നു വന്ന ഒരു ശത്രുവുണ്ടല്ലോ, ആ ശത്രു എന്ത് ചെയ്തെന്നാ പറയുന്നത്? ആ ശത്രു വിതച്ച ആ വിത്തുകൾക്കിടയിൽ കൊണ്ടുവന്ന് കള വിതച്ചിട്ട് പോയെന്നാണ് നമുക്ക് തിരുവചനത്തിൽ വായിച്ചു കേൾക്കുവാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ഒരു സൺഡേ സഭായോഗം കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങി വിശ്രമിക്കുമ്പോൾ പിശാച് അതിന്റെ ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ എവിടെയാണോ വിത്ത് വിതച്ചു വിട്ടത്, എവിടെയാണോ നമ്മൾ വിത്തിന് കളവരിക്ക് വിത്ത് വിതച്ചു വിട്ടത്, അതേ നിലത്തിലൊന്ന് രാത്രികാലം ഉറങ്ങാതിരുന്ന് അവന്റെ കള വിതയ്ക്കുന്ന ഒരു ശത്രുവുണ്ടെന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തിരിച്ചറിയണമെന്ന് ആത്മാവിൽ ഞാൻ പ്രഖ്യാപിച്ചു പറയുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ, ഒരു സൺഡേ വർഷിപ്പ് കഴിഞ്ഞ് ഞായറാഴ്ച മെസ്സേജ് പറഞ്ഞിട്ട് വിശ്വാസികളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ദൈവദാസന്മാർ എന്റെ യുദ്ധം ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു മൊബൈലും എടുത്ത് ടിവിയുടെ മുമ്പിലേക്ക് കടന്നുപോയി ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവർ വിശ്രമിച്ചുകൊണ്ട് അവർ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, ലോകത്തിന്റെ കാര്യത്തിൽ ഇടപെടാതെ നീ വിത്ത് വിതച്ച് വിട്ടെടുത്ത് ആ നിലത്തെ നോക്കി നോക്കി കള വിതയ്ക്കുന്ന ഒരു ശത്രു ഉണർന്നിരിപ്പുണ്ടെന്നുള്ള ബോധ്യമാണ് ഉറങ്ങാതെ സഭയെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ യേശുക്രിസ്തു പറയുന്നതാണ്. ഇന്ന് പകൽക്കാലം ഗത്സമനയിൽ കിടന്നുറങ്ങരുത് കേട്ടോ. ശത്രു ദൂരെ ഇരുന്നു കൊണ്ടും നമുക്ക് വേണ്ടി കെണികൾ ഒരുക്കുകയാണ്, നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ സഭയ്ക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് പകൽക്കാലം സഭ ദൂത് പറയുവാനുള്ളത്. ആ സഭയോട് മാത്രമാണ് കർത്താവിനോട് സംസാരിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവവചനം കേട്ടതിന് ശേഷം കുടുംബത്തിന്റെ അകത്ത് വന്ന് കിടന്നുറങ്ങരുത് കേട്ടോ. ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിന്റെ അകത്ത് കിടന്നുറങ്ങരുത് കേട്ടോ. ഒരു ഞായറാഴ്ച ഞാൻ എപ്പോഴും ദൈവദാസന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്രകാരം പറയും, ഞായറാഴ്ച ഒരു മെസ്സേജ് പറഞ്ഞ് ഈ ദൈവമക്കളെ വീട്ടിലേക്ക് വിട്ടിട്ട് ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്രമിക്കുമ്പോൾ, നമ്മൾ മൊബൈൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ TV കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ, നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ, കയറി താമസത്തിന് പോകുമ്പോൾ, ടൂറിന് പോകുമ്പോൾ ഉറങ്ങാതെ പ്രവർത്തിച്ചുകൊണ്ട് എവിടെയാണോ നമ്മൾ നല്ല വിത്തുകളെ വിതച്ചു വിട്ടത്, മണ്ഡലത്തിൽ കള വിതയ്ക്കുന്ന ഒരുവൻ ഉറങ്ങാതെ ഇരിപ്പുണ്ട് നിന്ന് പകൽക്കാലം വളരെ വ്യക്തമായും ഈ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. നിന്റെ കുടുംബത്തിന്റെ അകത്ത് വളരെ വ്യക്തമായി ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. അവർ ആരാധന കഴിഞ്ഞതിന് ശേഷം, ഒരു ഉപവാസം കഴിഞ്ഞതിന് ശേഷം, ഒരു കൂട്ടായ്മ കൂടിയതിന് ശേഷം നമ്മൾ വിശ്രമത്തിനെന്ന വണ്ണം അല്പനിമിഷമെന്ന് TV വെച്ചിട്ട് സന്തോഷത്തിന്റെ എന്തെങ്കിലും കാണുമ്പോൾ അതിലൂടെ തിരിച്ചറിയണമേ, അതിൻ്റെ അകത്തുകൂടെ ശത്രു വന്നിട്ട് എവിടെയാണോ വചനം വിതയ്ക്കപ്പെട്ടത് അതേ മണ്ഡലത്തിൽ കള വിതച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വളരുമാറാക്കത്തക്ക രീതിയിലേക്ക് കുടുംബത്തിന്റെ അകത്ത്, സഭയ്ക്കകത്ത്, വിശ്വാസിയുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരുന്നത് വിത്തും കളയും കൂടെയാണ് വളരുന്നത്. ഇന്ന് പകൽക്കാലം ആത്മാവ് വളരെ വ്യക്തമായും കേൾക്കുന്ന ജനത്തോട് ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ശത്രുവിന് അല്ലെങ്കിൽ ഒരു അവസരം കൊടുക്കരുതെന്നാണ് പൗലോസ് വിളിച്ചു പറയുന്നത്. ശത്രുവിന് അവസരം കൊടുക്കരുതെന്ന് പറയുന്നത്. ദൈവമക്കളെ, ആ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി
ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണ് പറയുന്നത്. അപ്പോൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയല്ലേ? അപ്പോൾ അവന്റെ ജീവിതത്തിൽ ഇരിക്കുന്ന മണ്ഡലത്തിൽ എന്തുണ്ടാവണം? ഇരിക്കുന്ന മണ്ഡലത്തിൽ ഇതുവരെ ഇരുന്നത് പോലെയല്ല, അവിടുന്ന് ഒരു അനുഭവം, വ്യത്യസ്തമാകുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ താൻ വേദനയോടുകൂടി ജീവിച്ചു, വ്യസനപുത്രൻ എന്ന പേരുമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ ഈ പേരുമായിട്ട് ഇനി അധികകാലം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ ഇന്ന് പകൽകാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അവൻ അവിടെ പ്രാർത്ഥിച്ചു തുടങ്ങി. എങ്ങനെ പ്രാർത്ഥിച്ചു? നിശ്ചയമായിട്ടും എന്നെ അനുഗ്രഹിക്കണം. ക്ലാരിറ്റിയോടെ പ്രാർത്ഥിക്കുകയാണ്. ക്ലാരിറ്റിയോടെ പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായിട്ടും നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നെ വ്യസനപുത്രൻ എന്ന് വിളിച്ചവരും എന്നെ വേദനിപ്പിക്കുന്നവനെന്ന് വിളിച്ചവനും ഒക്കെ കാണത്തക്ക രീതിയിൽ എന്റെ കുടുംബത്തിന്റെ അകത്ത്, എന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിന്റെ അകത്ത് ഒരനുഗ്രഹം നീ അയക്കണമേ അപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു എബ്ബേസിനെ നമുക്ക് അവിടെ കാണാം. ഇന്ന് പകൽകാലം ഇരിക്കുന്ന അവസ്ഥയില് മാറ്റിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ഇരിക്കുന്ന അവസ്ഥ മാറ്റിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. ഇരിക്കുന്ന അവസ്ഥ മാറ്റിയെടുക്കേണ്ടതിനായി വ്യക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിശ്ചയമായി എന്റെ കുടുംബത്തിന്റെ അകത്ത് ചിലതൊക്കെ നിശ്ചയമായി സംഭവിക്കണം കർത്താവേ. ഇതുവരെ നിന്ന് അനുഭവിച്ച എന്റെ കുടുംബത്തിന്റെ അകത്ത് നിശ്ചയമായും നിന്റെ അനുഗ്രഹത്തിന്റെ കരമം ഇറങ്ങാതെ എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരത്തില്ലെന്ന് പറയുമ്പോൾ അവിടെ ഒരു അനുഗ്രഹത്തിന്റെ കരമിറങ്ങി അവനെ അനുഗ്രഹിക്കുന്ന കാണുവാൻ കഴിയും. അവൻ പ്രാർത്ഥിക്കുന്നത് ഒരു രാത്രി കൊണ്ട് അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ച ഇസ്രായേലിന്റെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് അവസ്ഥകളെ മാറ്റിമറിക്കുന്ന ദൈവം അല്ലേ? ഒറ്റ രാത്രി മതി അച്ചായ, ഒറ്റ രാത്രി മതി ആന്റി. ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ എന്റെ കർത്താവിന് ഒറ്റ രാത്രി മതി. ഒരു രാത്രി അവൻ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇറങ്ങിയാൽ, ഒരു രാത്രി അവൻ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഇറങ്ങിയാൽ, പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായി മാറും. അവന്റെ പേര് മാറുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു. കുടുംബത്തിന്റെ അകത്ത് തലമുറയുടെ പേര് മാറുവാൻ, കുടുംബത്തിന്റെ അകത്ത് അവസ്ഥകളുടെ പേര് മാറുവാൻ ഒറ്റ രാത്രി മതിയെന്ന് ഇത് വിളിച്ചു പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവ സാക്ഷി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 25-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത്. ഞാനൊരു നിരീശ്വരവാദ കുടുംബത്തിലെ 3-ാമത്തെ തലമുറയാണ്. എൻ്റെ പിതാവിന്റെ പിതാവ് ഒരു നിരീശ്വരവാദി, എൻ്റെ പിതാവ് നിരീശ്വരവാദി, എൻ്റെ പിതാവിന്റെ മാതാവ് നിരീശ്വരവാദി, എൻ്റെ ജ്യേഷ്ഠൻ നിരീശ്വരവാദി, ഞാൻ നിരീശ്വരവാദി. അങ്ങനെ നിരീശ്വരവാദ കുടുംബത്തിലെ 3-ാമത്തെ തലമുറയിൽ നിന്നും എന്തുകൊണ്ടാണ് കർത്താവിന്റെ സാക്ഷ്യത്തെ വിളിച്ചു പറയുവാൻ, യേശു ജീവിക്കുന്നവനെന്ന് വിളിച്ചു പറയുവാൻ എന്നെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തത്? 1997 എന്റെ കുടുംബത്തിൽ ഒരു ആത്മഹത്യ നടക്കുകയാണ്. നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു എന്റെ പിതാവ്. ബോംബെയിലെ നീഗ്രോ ബിയർ കമ്പനിയോട് അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. നല്ല നാടകൃത്തായിരുന്നു, നല്ല പാട്ടുകാരനായിരുന്നു. കലാപരമാകുന്ന നല്ല കഴിവുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ അനേക തരത്തിലുള്ള കലാപരമാകുന്ന കഴിവുകളോട് കടന്നുപോയി. 25 വയസ്സ് വരെ യേശുവിനെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പ്രസംഗിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ സാക്ഷ്യം ആസാദി ചാനൽ, ആരോമ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എടുത്ത് കേൾക്കാം. യേശു ക്രിസ്തുവിനെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് 25 വയസ്സ് വരെ പ്രസംഗിച്ച ഞാൻ ഇന്ന് യേശുവിനെ ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിനെ ദൈവത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. ഈ പിതാവിനുണ്ടായ മാനസിക രോഗം, എന്റെ പിതാവ് മാനസിക രോഗിയായി ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ്. അതേ മാനസിക രോഗം ബാധിച്ചിട്ട് 3 വർഷക്കാലം ഒരു മാനസിക രോഗിയായി ജീവിച്ച് ഡോക്ടർമാരും മന്ത്രവാദികളും കോട്ടയിലെ ധ്യാന കേന്ദ്രവും ആശുപത്രിയിലെ ഗുളികകളും തിന്നു കഴിഞ്ഞ ഒരു മനുഷ്യൻ അവസാനം എല്ലാവരും പറഞ്ഞ് ഈ മനുഷ്യൻ മരിച്ചു പോകും. എന്റെ വയറ്റിന്റെ അകത്ത് അവയവങ്ങൾ മുഴുവൻ പഴുത്തഴുകിപ്പോയതാ, എന്റെ ഞരമ്പുകൾ മുഴുവനും അകത്തേക്ക് വലിഞ്ഞു പോയതാ. 50 ദിവസം ആഹാരം കഴിക്കാതെ ഉറങ്ങാതെ കാട്ടിലും മലമടുക്കളിലും ലഘുവിനെ പോലെ താമസിച്ച ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ 2000 ജൂലൈ മാസം 20-ാം തീയതി ഒരു രാത്രിക്ക് എന്റെ കുടുംബത്തിന്റെ അകത്തൊരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് യേശുവിനോട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, നീ ജീവിക്കുന്ന ദൈവപുത്രനാണെങ്കിൽ എന്റെ ഈ നാറ്റം വെച്ച വയറ്റിൽ നിന്നും സുഗന്ധം വീശുവാൻ, എന്റെ നാറ്റം വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ജീവനിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് ഒറ്റ പ്രാർത്ഥന. അന്ന് രാത്രിക്ക് എന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവം ഇറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവിടെ എഴുന്നേൽക്കുന്ന ഒരു പുതിയ മനുഷ്യനാണ്. ഇന്ന് പകൽക്കാലം നിരീശ്വരവാദ കുടുംബത്തിൽ നിന്നും കർത്താവിനെ പ്രസംഗിക്കുവാൻ എന്നെ തിരഞ്ഞെടുത്ത് എന്റെ കുടുംബത്തിന്റെ അകത്ത് ഇറങ്ങി വന്ന് എന്റെ ചങ്കിന് തൊട്ട് എന്നെ സൗഖ്യപ്പെടുത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആ ദൈവം നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം ഇറങ്ങാൻ പോവുകയാണ്. ആ ദൈവം കുടുംബത്തിന്റെ അകത്ത് ഇറങ്ങാൻ പോവുകയാണ്. അവസ്ഥകൾ മാറ്റാൻ പോവുകയാണ്. യാക്കോബിന്റെ പേര് മാറ്റിയില്ലേ? ഇസ്രായേൽ എന്നാക്കി മാറ്റിയില്ലേ? ദൈവത്തെ കണ്ടവൻ, അവന്റെ പേരെങ്ങനെയാ? ഇസ്രായേൽ, ഹി ഹു സീ ദ ഗോഡ്. ദൈവത്തെ കണ്ടവൻ എന്ന് അവന്റെ പേരാക്കി മാറ്റി. ഞാനൊന്നും പറഞ്ഞേട്ട് കേട്ടോ,
ഇന്ന് ലോകത്ത് ആ പേര് ലഭിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ നിൽക്കുന്ന സമയം വരെയും ലോകത്തൊരു രാജ്യമുണ്ട്, ഒരു ജനതയുണ്ട് ആ പേരില്. എത്ര ലോകരാജ്യങ്ങൾ ആ പേരിനെ തുടച്ചു നീക്കുവാൻ, ആ രാജ്യത്തെ തുടച്ചു നീക്കുവാൻ, ആ വ്യക്തിയെ തകിടമറിച്ച് കളയുവാൻ എഴുന്നേറ്റ് പ്രവർത്തിച്ചു. പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ ദൈവം പേരിട്ടവൻ, ദൈവം അനുഗ്രഹിച്ചവന്റെ പേര് ലോകത്തിന് തുടച്ചു മാറ്റാൻ കഴിയാതെ, വ്യക്തികൾക്ക് തുടച്ചു മാറ്റാൻ കഴിയാതെ അന്നും ഇന്നും ഒരുപോലെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നാൽ, നിന്റെ കുടുംബത്തിന്റെ പേര് മാറ്റിയാൽ, നിന്റെ പേരിന്റെ ദൈവമെന്ന് മാറ്റിയാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെ തുടച്ചു മാറ്റാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധമാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ദൈവം പേരിട്ടവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പേര് മാറ്റി. ഇന്ന് പകൽകാലം പുഷ്പ തമ്പാൻ എന്ന് പറയുന്ന ആ സഹോദരിയുടെ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. പുഷ്പ തമ്പാൻ എന്ന് പറയുന്ന ആ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ അകത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഇന്ന് പകൽകാലം കാലങ്ങളായി കുടുംബത്തിന്റെ അകത്ത് വയ്യാതെ കിടക്കുന്ന, ആവശ്യമില്ല അസ്വസ്ഥപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ചില സംഭവങ്ങളെ നുള്ളിയെടുത്ത് മാറ്റിയിട്ട് ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കടത്തിവിട്ടിട്ട് അനുഗ്രഹത്തിന്റെ മഴ അതിന്റെ അകത്ത് പെയ്യണമെങ്കിൽ ഒരു മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇവിടെ ഉണ്ടാകണമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ഇതുവരെ കാലങ്ങളായി കെട്ടിക്കിടന്ന, ജീവിതത്തിൽ കെട്ടിക്കിടന്ന ചില പേരുകള്, ചില അപവാദങ്ങള് അവന്റെ ജീവിതത്തിൽ നിന്ന് ഓടി മാറിയത് ഒരു പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. പേര് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പേര് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പേര് മാറ്റുന്ന ഒരു ദൈവം, അതാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ആ ഉബായി എന്ന് പറയുന്ന പേരിനെ മാറ്റിയിട്ട് ഒരു അനുഗ്രഹത്തിന്റെ പേര് അവന്റെ ജീവിതത്തിലേക്ക് കൊടുത്തിട്ട് അവനെ ലോകത്തിന് മുമ്പിൽ സാക്ഷിയായി അന്നും ഇന്നും നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നവന് പറഞ്ഞിട്ടുള്ളതാണ്, അത് മല്ലുപിടിക്കുന്നവന് പറഞ്ഞിട്ടുള്ളതാണ്. അവനെയും അവന്റെ തലമുറകളെയും തൊടാൻ ലോകത്തൊരു ശക്തിയെ അനുവദിക്കാതെ ഇതുവരെ പരിപാലിച്ചെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിന്റെ അകത്ത് അവന്റെ തലമുറകളെ പരിപാലിക്കുന്ന, അവന്റെ തലമുറകൾ ഏത് യുദ്ധത്തിൽ കിടന്നാലും, ഇന്ന് പകൽക്കാലം മിഡിൽ ഈസ്റ്റിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? മിഡിൽ ഈസ്റ്റിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിലവിളിക്കണ്ട, നമ്മൾ ഭാരപ്പെടണ്ട. നമ്മൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവവേദനാണോ? നിന്റെ തലമുറകൾ ഏത് മിഡിൽ ഈസ്റ്റിൽ താമസിച്ചാലും, ഏത് മിസൈലുകൾക്കിടയിൽ താമസിച്ചാലും, ഏത് ബോംബുകൾക്കിടയിൽ പാർത്താലും, കുരികിലൊരു വീടും മീവൽപ്പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വലിച്ചെടുത്തു കൊണ്ടുപോയി നിന്റെ മകനെ മരണത്തിനേൽപ്പിക്കുന്ന ദൈവമല്ല, മരണത്തിൽ നിന്ന് വലിച്ചെടുത്ത് ജീവനിലേക്ക് കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ കുടുംബത്തിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇന്ന് പകൽക്കാലം വേണ്ടതെന്നാണ് ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നത്. വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. മിഡിൽ ഈസ്റ്റിലുള്ളവരെ ഓർത്തുകൊണ്ട് നമ്മൾ വേദനയോടെ പ്രാർത്ഥിക്കണ്ട, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പറയണം, എന്റെ കുടുംബത്തിന്റെ പേര് മാറ്റിയ, എന്റെ തലമുറകളുടെ പേര് മാറ്റിയ, എന്നെ അനുഗ്രഹത്തിലേക്ക് നയിച്ചവൻ എന്നെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല, എന്നെ അനുഗ്രഹത്തിന്റെ കലവറകളിലേക്ക് കൈപിടിച്ച് നടത്തുമെന്ന് പകൽക്കാലം ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ എന്റെ ദൈവം ഇറങ്ങാൻ പോവുകയാണ്. ആ പ്രാർത്ഥനയിൽ എന്റെ ദൈവം ചില കുടുംബങ്ങളെ ഇന്ന് പകൽക്കാലം സന്ദർശിക്കാൻ പോവുകയാണ്. ലോവിസ് ബിനീഷ് എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. ലോവിസ് ബിനീഷ് എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്ന് പകൽക്കാലം മല്ല് പിടിച്ച് ചിലതിനെ പ്രാപിച്ചെടുക്കേണ്ട ദിവസങ്ങൾ ഇന്ന് പകൽക്കാലം നീ ഉറങ്ങരുത്, പ്രാർത്ഥനയിൽ ഉറങ്ങരുതെന്ന് ആത്മാവ് ദൂത് വിളിച്ച് പറയുകയാണ്. പ്രാർത്ഥനയിൽ ഉറങ്ങുന്നൊരവസ്ഥ, വചനം വായിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മേൽ ജയമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ കുടുംബത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഈ യാബോക്കിന്റെ കടവില് സായാഹ്ന സമയത്തില് ഒന്ന് മല്ല് പിടിച്ചു തുടങ്ങ്, അവനെ വിടാതൊന്ന് പിടിക്ക്. നേരം വെളുക്കുമ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റി, ജീവിതത്തിന്റെ അവസ്ഥ മാറ്റി, ഒറ്റ രാത്രിക്ക് അനുഗ്രഹത്തിന്റെ കലവറ തുറന്ന് തലമുറകളിലേക്ക് അനുഗ്രഹം വരത്തക്ക രീതിയിൽ, നിന്റെ കുടുംബത്തേക്ക് അനുഗ്രഹം ഇറങ്ങത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്.
വേണ്ടുമണ്ണം പ്രാർത്ഥിക്കാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ പോരാടി ജയിക്കാൻ കഴിയാതെ, ഗത്സമനയിലെ പോലെ കണ്ണുകൾക്ക് ഭാരമേറുന്ന ഒരു അവസ്ഥ സഹോദരി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന് അടിയറവ് വെച്ചിട്ട് പറയണം, കർത്താവേ, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം, എന്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണം, എന്റെ തലമുറകളെ ഒന്ന് അനുഗ്രഹിക്കണം, എന്റെ ഭവനത്തിന്റെ അവസ്ഥയൊന്ന് മാറ്റണം. എന്റെ കുടുംബത്തിൽ കാലങ്ങളായി വ്യാപരിക്കുന്ന ചില നിന്ദയുടെ അവസ്ഥകൾ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിലൊന്ന് അഴിഞ്ഞു മാറണം. പ്രാർത്ഥിച്ചു പറ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അവിടെ അവൻ പറയുകയാണ്, നിന്റെ കരം എന്താണ്? നീ എന്നെ നിശ്ചയം അവൻ പ്രാർത്ഥിക്കുന്നത് അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. ഞാൻ ഇതിന്റെ അകത്തിരിക്കുന്നവരോട് പറയുകയാണ്, സ്വന്തമായിട്ട് അതിരെന്ത് ചെയ്യരുത്, അതിര് നിശ്ചയിക്കരുത്. മിനിസ്ട്രിയുടെ അതിര് നമ്മൾ സ്വന്തമായിട്ട് നിശ്ചയിക്കരുതെന്നോ? അല്ലേ? നമ്മുടെ അനുഗ്രഹത്തിന്റെ അതിരുകള്, തലമുറകളുടെ അതിരുകള്, കുടുംബത്തിന്റെ അതിരുകള് സ്വന്തമായിട്ട് നിശ്ചയിക്കരുത്. അതിരുകളെ നിശ്ചയിക്കുന്നവൻ ദൈവമാണ്. വിശ്വാസി അതിരുകളെ നിശ്ചയിക്കരുതെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ചിലരൊക്കെയും ചില അതിരുകളെ നിശ്ചയിച്ചിട്ടിട്ട് ആ അതിരിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ അതിര് വരയ്ക്കരുത്. ഒരിക്കലും നിങ്ങളൊരു അതിര് വരച്ചിട്ട് അതിരിന്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കരുത്. കാരണം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥന കൂട്ടായ്മ തിരിച്ചറിയണം. അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിരുകളെ വിശാലമാക്കണം. പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ അതിരുകളെ വിശാലമാക്കണം. സഭയുടെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവം, കുടുംബത്തിന്റെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവം, തലമുറകളുടെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് ദൈവം അവന്റെ ജീവിതത്തിന്റെ അകത്ത് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമെ, തല ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞാൽ, നീ വരച്ചിരിക്കുന്ന ഒരു അതിരുണ്ടല്ലോ, നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു അതിരുണ്ടല്ലോ, ആ അതിരുകൾക്ക് മീതെ തല ഉയർത്തി നോക്കണം. അതിരുകൾക്ക് മീതെ തല ഉയർത്തി നോക്കണമെന്നാണ് അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും അബ്രഹാമിനോട് പറയുകയാണ്. അതിരുകളെ വിശാലമാക്കണം. അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ അബ്രഹാം കൂടാരത്തിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അതിര് വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അബ്രഹാം പറയുന്നത്, ഈ ദമ്മോശക്കുകാരനാകുന്ന എലയേസർ എന്റെ അവകാശിയായാൽ മതി എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? അവനൊരു അതിര് വെച്ചിരിക്കുകയാണ്. അവൻ അതിര് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ദത്തെടുക്കാൻ പോകുന്ന ആ അവകാശി എന്റെ അവകാശിയായിരുന്നാൽ മതി. അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലേ അബ്രഹാമേ, അത് നീ വരച്ചിരിക്കുന്ന അതിരാണ്, അത് നീ വരച്ചിരിക്കുന്ന അതിരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം അതിരിനെ തൂത്തുമാറ്റിക്കൊണ്ട് ഞാൻ നിനക്കൊരു അതിര് വരയ്ക്കാൻ പോവുകയാണ്. ആ അതിരിലേക്ക് നിന്നെ കരം പിടിച്ച് നടത്താൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പായി നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ തല ഉയർത്തി നീ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. തല ഉയർത്തി നോക്കുവാൻ ഇന്ന് പകൽക്കാലം കുടുംബത്തിന്റെ മുകളിൽ തല ഉയർത്തി നോക്ക്, സാഹചര്യങ്ങൾക്ക് മുകളിൽ തല ഉയർത്തി നോക്ക്, മിനിസ്ട്രിക്ക് മുകളിൽ തല ഉയർത്തി നോക്ക്. വരച്ചു വെച്ചിരിക്കുന്ന അതിരിന്റെ മുകളിലേക്ക് തലയുയർത്തി നോക്കുവാൻ പരിശുദ്ധാത്മാവ് സഭയോട് വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. കുടുംബങ്ങളോട് പറയുന്നു, തല ഉയർത്തി നോക്ക്, തല ഉയർത്തി നോക്ക്. ഞാൻ വരച്ചിരിക്കുന്ന ഒരു അതിര് കാണാം നിനക്ക്. ഞാൻ വരച്ചിരിക്കുന്ന ഒരു അതിര്, അത് നീ വരച്ചിരിക്കുന്ന അതിരല്ല അബ്രഹാമേ, ഞാനൊരു അതിര് വരച്ചിട്ടുണ്ട്. അത് ഫ്രാത്ത് നദി മുതൽ മഹാനദി വരെ ഞാൻ വരച്ചിരിക്കുന്ന അതിരാണ്. നീ വരച്ചിരിക്കുന്ന അതിരിൽ നിന്റെ പ്രവൃത്തി എന്റെ പ്രവൃത്തി ഞാൻ ചെയ്യത്തില്ല. ഞാൻ വരച്ചിരിക്കുന്ന അതിരിലാണ് എന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സഭയോട് വളരെ വ്യക്തമായി, പ്രാർത്ഥന കൂട്ടായ്മയോട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്, തല ഉയർത്തി നോക്കണം. സാഹചര്യങ്ങൾക്ക് മുകളിൽ തല ഉയർത്തി നോക്കണം. സാഹചര്യങ്ങൾക്ക് മുകളിൽ തല ഉയർത്തി നോക്കണമെന്ന് മിനിസ്ട്രിയുടെ അതിരുകൾ റോയ് പാസ്റ്റോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വരച്ചിരിക്കുന്ന അതിരുകൾക്ക് മുകളിൽ, വരച്ചിരിക്കുന്ന അതിരുകൾക്ക് മുകളിലേക്ക് അബ്രഹാമിനെ പോലെ തല ഉയർത്തി നോക്കിയാൽ മറ്റൊരു അതിര് കാണാമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. ഇതുവരെ വരച്ചിരിക്കുന്ന അതിരല്ല കേട്ടോ. ഇതുവരെ വരച്ചിരിക്കുന്ന അതിരിൽ അബ്രഹാമേ, നീ പാർക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ മിഷനെ കുറിച്ച്, നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി കാണണമെങ്കിൽ സാഹചര്യങ്ങൾക്ക് മുകളിൽ ഉയർത്തി നോക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. സാഹചര്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നോക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് അവിടെ കാണാം. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം
കുടുംബത്തിന്റെ അകത്തൊക്കെ ഒന്ന് തല ഉയർത്തി നോക്കണം. എങ്ങനെ? പ്രാർത്ഥിക്കുന്നവൻ തല ഉയർത്തി നോക്കണമെന്ന്, ആരാധിക്കുന്നവൻ തല ഉയർത്തി നോക്കണം. അതാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നോക്കിയാല് 4 മാസം കഴിഞ്ഞേ കൊയ്ത്തുള്ളൂ, പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ വിളഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നു. കാരണം എന്താ? യേശു പ്രാർത്ഥിക്കുന്നവനാണ്. യേശു പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്നു. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നോക്കിയാൽ 4 മാസം കഴിഞ്ഞേ കൊയ്ത്തുള്ളെന്ന് പറയും. പക്ഷെ യേശു നോക്കിയപ്പോ പറയാണ്, ഇപ്പോൾ തന്നെ എന്താണ്? കൊയ്ത്തിനുള്ള പാടങ്ങൾ വിളഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊയ്ത്തരികിലുണ്ട്. പക്ഷെ അവർ തല ഉയർത്തി നോക്കാത്തത് കൊണ്ട് അങ്ങ് 4 മാസം കഴിഞ്ഞാണെന്ന് അവർ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അനുഗ്രഹം അരികിലുണ്ടെന്ന്, അനുഗ്രഹം അരികിലുണ്ട്. തലമുറകളുടെ ജോലി അരികിലുണ്ട്, അവരുടെ വിവാഹം അരികിലുണ്ടെന്ന്, അവരുടെ പഠനത്തിലുള്ള സാഹചര്യം അരികിലുണ്ടെന്ന്, അവരുടെ ഫീസ് അടയ്ക്കാനുള്ള പൈസ അരികിലുണ്ടെന്ന്. ഹാഗാറിനെ പോലെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ അമ്പിൻപാട് ദൂരെ ഇരുന്ന് കരയുന്ന ഹാഗാറിന്റെ കണ്ണു തുറന്നപ്പോൾ അവൾ ഒരു ഉറവ് കണ്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പറഞ്ഞാൽ അടുത്തുള്ള ഉറവ് കാണാൻ കഴിയാതെ വണ്ണം അവളുടെ ആത്മീയ കണ്ണിനെ അടച്ചു കളഞ്ഞൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഉറവിനെ കാണാതിരുന്നത്. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ആത്മീയ കണ്ണ് തുറന്ന് അരികിലുള്ള കിണർ കാണാതെ അമ്പിൻപാട് ദൂരത്തിരുന്ന് കരയുന്ന വ്യക്തിയെ ഇന്ന് പകൽക്കാലം കരച്ചില് നിർത്ത്. ഉടവരകതലവ ശന്തനാര അരികിലുള്ള കിണർ കാണാതെ അരികിലിരിക്കുന്ന വെള്ളം കാണാതെ ഒരമ്പിൻപാട് ദൂരത്തിരുന്ന് നീ കരയേണ്ട കേട്ടോ. ഒരമ്പിൻപാട് ദൂരത്തിരുന്ന് കരയേണ്ട കേട്ടോ. ഇന്ന് പകൽക്കാലം കണ്ണു തുറക്കുന്ന ദൈവം നിന്റെ അരികിൽ കിടക്കുന്ന അനുഗ്രഹത്തിന്റെ ഉറവ് കാണുവാൻ തക്കവണ്ണം ഒരു വഴി തുറക്കുമെന്ന്, കണ്ണു തുറക്കുമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. അനുഗ്രഹം ദൂരത്തല്ല, അരികിലുണ്ടെന്ന്. എനിക്കറിയത്തില്ല, SCBIP എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. SCBI, അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഒരമ്പിൻപാട് ദൂരത്തിരുന്ന് കരഞ്ഞിട്ട് പറയുകയാണ്, ഇപ്രകാരം പറയുന്നു, ബാലന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ അരികിൽ ഇരിക്കുന്ന ആ കിണർ കാണാതെ വണ്ണം അടഞ്ഞിരിക്കുന്ന കണ്ണിനെ ഇന്ന് പകൽകാലം ദൈവം തുറന്നിട്ട് അരികിൽ ഉറവിയുള്ള കിണറിനെ നിന്റെ അടുക്കൽ പൊങ്ങി വരുമാറാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്, ഇന്ന് പകൽകാലം മരുഭൂമിയിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമുണ്ടെന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ചിലതിനെ കാണാതെ, ചില അനുഗ്രഹത്തിന്റെ ഉറവകളെ കാണാതെ കണ്ണുകളെ അടച്ചു വച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് പകൽക്കാലം ദൈവം തൊട്ട് പറയുന്നു, ഹാഗാരേ നീ കരയണ്ട. അതാണ് പാസ്റ്റർ ആദ്യം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, യെരൂശലേമേ നീ കരയണ്ട എന്ന് പറഞ്ഞാൽ നിരാശയോടെ നീ കരയണ്ട. നിനക്ക് ലഭിക്കത്തില്ലല്ലോ എന്നോർത്ത് കരയണ്ട, നഷ്ടപ്പെട്ടെന്നോർത്ത് കരയണ്ട. കരയുന്നത് എങ്ങനെയായിരിക്കണം? ദൈവസന്നിധിയിൽ നൽകിയതിനെ ഓർത്ത്, അവൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് കണ്ണു നിറഞ്ഞ് കരയുന്ന ഒരവസ്ഥ പ്രിയ മകനെ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു. കുടുംബത്തിന്റെ അകത്ത് ഉറവുകളെ തുറക്കുന്ന, വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഉറവുകളെ തുറക്കുന്ന ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണുനീർ കണ്ട്, പ്രാർത്ഥന കണ്ട് ദൈവം പറയുന്നു, നീ ഇരിക്കുന്നതിന്റെ അരികിൽ തന്നെ നിനക്കുള്ള ഉറവ് തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു കലവറ തുറക്കാൻ പോവുകയാണ്. അനുഗ്രഹത്തിന്റെ കലവറ ഇരിക്കുന്നിടത്ത് തുറക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവിടെ അവൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ അതിരുകളെ ഒന്ന് വിശാലമാക്കണമേ എന്ന്. അതിരുകളെ വിശാലമാക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥനയിൽ കർത്താവേ എന്നോട് സംസാരിക്കണമേ വ്യക്തിപരമായി എന്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. അതിരുകളെ അബ്രഹാം തല ഉയർത്തി നോക്കിയതുപോലെ ഇന്ന് പകൽകാലം ഏത് മണ്ഡലത്തിലാണോ ഹല്ലേലൂയ നിങ്ങൾക്ക് തടസ്സമുള്ളത്, ആ തടസ്സത്തിലേക്ക് നോക്കരുത് കേട്ടോ. ആ തടസ്സത്തിന്റെ അപ്പുറത്തേക്ക് തല ഉയർത്തി നോക്ക്. തടസ്സത്തിന്റെ അപ്പുറത്തേക്ക് സാമുവേൽ ജോർജ്, തടസ്സത്തിന്റെ അപ്പുറത്തേക്ക് കണ്ണുയർത്തി നോക്കുവാൻ, തല ഉയർത്തി നോക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. എവിടെയാണോ തടസ്സം, ആ തടസ്സം കൊണ്ട് നോട്ടം നിൽക്കരുത്. അതിന്റെ അപ്പുറത്തേക്ക് തല ഉയർത്തി നോക്കുന്ന ഒരു നോട്ടത്തില് അതിന്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി ദൈവം വരച്ചിട്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വഴികളെ കാണാൻ പറ്റും. ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണെന്ന് പകൽക്കാലം. ആ വരയ്ക്കപ്പുറത്ത് ഒരു അനുഗ്രഹമുണ്ട്. ആ വരയുടെ അപ്പുറത്ത് ഒരു അനുഗ്രഹത്തിന്റെ കലവറയുണ്ടെന്ന്
ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അനുഗ്രഹത്തിന്റെ കലവറ ആ വരയ്ക്കപ്പുറത്തുണ്ട്. നീ വരച്ചിരിക്കുന്ന മകനെ, നീ വരച്ചിരിക്കുന്ന വരയ്ക്കപ്പുറത്ത് അനുഗ്രഹത്തിന്റെ ഒരു വഴിയുണ്ട് കേട്ടോ. നിന്റെ പേര് മാറ്റുന്ന, ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുന്ന, കുടുംബത്തിന്റെ പശ്ചാത്തലം മാറ്റുന്ന, നിന്റെ പേര് മാറ്റുന്ന ഒരവസ്ഥ അതിന്റെ അപ്പുറത്തുണ്ടെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. അപ്പുറത്തേക്ക് നോക്കാൻ പറയുകയാണെന്ന് പകൽക്കാലം. അപ്പുറത്തേക്ക് നോക്കുക. അതിനുശേഷം അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന്, നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന്. എന്താണ്? അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ കാക്കണമേ. 4 പോയിന്റ് പറയാൻ സമയമില്ല, 3-ാമത്തെ പോയിന്റ് പറഞ്ഞു നിർത്തുകയാണ്. നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞവൻ അല്ലേ? മിസ്രൈമിനെ എവിടുന്ന പറിച്ചോണ്ട് വന്നു? ഇസ്രായേലിനെ എവിടുന്ന പറിച്ചോണ്ട് വന്നത്? 80-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം പറഞ്ഞു, മിസ്രൈമിൽ നിന്നും ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടെന്നാ പറയുന്നത്. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ എവിടെയാണോ പറിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതാണ് മോശ ചെന്നപ്പോ പറഞ്ഞു, ഈ മുന്തിരിവള്ളിയെ ഇവിടുന്ന് പറിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞതാ. ഈ മുന്തിരിവള്ളിയെ ഇവിടുന്ന് പറിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞതാണ്, ഫറവോൻ പറഞ്ഞതാണ്. ഇവിടുന്ന് ഈ മുന്തിരിവള്ളിയെ പറിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ആ ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടന്ന് അവന്റെ നാട്ടിൽ കടന്നിട്ട് ബലമുള്ള കരം അവിടെ നിന്നും എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടുന്ന മുന്തിരിവള്ളി അവിടുന്ന് പറിച്ചെടുത്ത് എവിടെ കൊണ്ടുവന്നു? മിസ്രൈമിൽ നിന്ന് പറിച്ചോണ്ട് വന്നിട്ട് ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് അവിടെ കൊണ്ട് നട്ടെന്നാ പറയുന്നത്. എവിടുന്നാണോ പറിക്കരുതെന്ന് പറഞ്ഞ അവിടുന്ന് പറിച്ചെടുത്തെടുത്ത് എവിടെയാണോ നടരുതെന്ന് പറഞ്ഞ അവിടെ കൊണ്ട് നട്ട ഒരു കരമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവിടെ വളരുമാറാക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ആത്മാവ് വളരെ വ്യക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. പറിക്കേണ്ടടുത്ത് പറഞ്ഞെടുത്തു എന്ന് പറിച്ചെടുത്ത് കേട്ടോ. നടരുതെന്ന് പറഞ്ഞെടുത്തു എന്ന് ജാതികളെ നീക്കി കളഞ്ഞിട്ട് അവിടെ നട്ടതാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ പറിക്കരുതെന്ന് പറഞ്ഞെടുത്തു എന്ന് ഹോസ്പിറ്റലിൽ നിന്ന്, രോഗികൾക്കിടയിൽ നിന്നും, രോഗത്തിന്റെ ഇടയിൽ നിന്നും നിന്നെ പറിക്കാൻ ചെന്നപ്പോൾ പറിക്കരുതെന്ന് പറഞ്ഞു. ക്യാൻസർ പറഞ്ഞു പറിക്കരുത്, രോഗം പറഞ്ഞു ഇവരെ പറിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിനെ താടനം ചെയ്ത് കളഞ്ഞിട്ട്, അതിനെ പറിച്ചു കളഞ്ഞ് അവിടുന്ന് അതിനെ തട്ടിക്കളഞ്ഞിട്ട് ബലമുള്ള കരം കൊണ്ട് അവിടുന്ന് അതിനെ പറിച്ചെടുത്തിട്ട് ഉത്തമമാകുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അതിനെ ഉറപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പറിക്കേണ്ട സ്ഥാനത്തു നല്ല നിന്നെ പറിച്ചത്. എവിടുന്നാണോ പറിക്കാൻ കടന്നു അവിടെ ഒരു തടസ്സമുണ്ടായിരുന്നു, ആ തടസ്സം മാറ്റിയാ നിന്നെ പറിച്ചത്. ഷീന കെ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് കൈ ഉയർത്തുണ്ടെന്ന് തോന്നുന്നു. വളരെ വ്യക്തമായും ആ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാണ്, എവിടുന്നാണോ പറിക്കരുതെന്ന് പറഞ്ഞത് ആ പറിക്കരുതെന്ന് പറഞ്ഞെടുത്തു എന്ന് പറിച്ചെടുത്തു. ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് എവിടെയാണോ നടരുതെന്ന് പറഞ്ഞത് അവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ചു. അതിനെ വളരുമാറാക്കി, അതിന് ചുറ്റും തടമെടുത്തു, അതിന് വെള്ളം കൊടുത്തു, അതിനെ പരിപാലിച്ച് അതിനെ പടരുമാറാക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, നിന്റെ ജീവിതത്തിന്റെ അകത്തിന്റെ പറിക്കരുതെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് പറിച്ചോണ്ട് വന്ന് ഇവിടെ നട്ടിരിക്കുന്ന നീ തിരിച്ചറിഞ്ഞ് ആരാധിച്ചു തുടങ്ങ്. ആ ദൈവം നിന്നെ വളരുമാറാക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുകയാണ്. എനിക്കിതിന്റെ അകത്തൊരു വ്യക്തമാകുന്ന കാര്യം പറയുവാനുണ്ട്. ഈ കരത്തിന്റെ ശക്തി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ ബേൽശസ്സറിനോട് ചോദിക്കണം, ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി എന്താണെന്ന്, അല്ലേ? ആ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ ബേൽശസ്സറിനോട് ചോദിച്ചാൽ ബേൽശസ്സർ പറയും, ആ കരത്തിന്റെ ശക്തി ഒരു രാജാവായ എനിക്ക് താങ്ങാൻ കഴിയത്തില്ലാത്തതാണ്. ഒരു രാജാവായ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലാത്തൊരു കരമാണ്. ആ കരത്തിന്റെ ശക്തിയിലാണ് ആരാശ്രയിക്കുന്നത്? ജബ്ബേസ് ആശ്രയിക്കുന്നത്. യബ്ബേസ് അവൻ ആശ്രയിക്കുന്നത് ദൈവത്തിന്റെ ബലമുള്ള കരത്തിലാണ്. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ കൊട്ടാരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ പാത്രങ്ങൾ അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച്. എവിടെയാ? കൽദേ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച്, ബാബിലോണില്. ആ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച പാത്രങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു രാത്രിക്ക് ഈ നെബൂഖദ്നേസറിന്റെ മകനാകുന്ന ബേൽശസ്സറിന് ഒരു തോന്നലുണ്ടായി. വിരുന്നുവാഴികൾക്ക് വിരുന്നൊരുക്കുമ്പോൾ അതേ പാത്രത്തിന്റെ അകത്ത് വീഞ്ഞു കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയാണ്. അങ്ങനെ അവൻ ആ പാത്രം വരുത്തിയിട്ട് അതിൻ്റെ അകത്ത് വീഞ്ഞൊഴിച്ച് കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ആ പാത്രം അവിടെ കാലങ്ങളോളം ഇരുന്നതാ. ആ പാത്രം അവിടെ വർഷം
വർഷങ്ങളോളം ഇരുന്നിട്ട് ഒരു കരവും രാജാവിന്റെ ഭിത്തിമേൽ എഴുതിയില്ല കേട്ടോ. എന്നാൽ ആ പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വീഞ്ഞൊഴിച്ചിട്ട് അത് കുടിക്കുവാൻ തയ്യാറായ രാത്രിക്ക് ദൈവത്തിന്റെ കരം സ്വർഗത്തിൽ അടങ്ങിയിരുന്നില്ല കേട്ടോ. സ്വർഗത്തിൽ നിന്ന് അത് ബേൽശസ്സറിന്റെ കൊട്ടാരത്തിലേക്ക് നീണ്ടു ചെന്നിട്ട് ആ പാത്രം എടുത്ത് ആരാണോ വീഞ്ഞു കഴിക്കുവാൻ തയ്യാറായത് അവന്റെ കൊട്ടാരത്തിന്റെ ഭിത്തിമേൽ വിരലിൽ എഴുതിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ തൂക്കി കണ്ടു, നിന്റെ രാജത്വത്തെ ഞാൻ എന്താണ് തൂക്കി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജസ്ഥാനത്തു നിന്ന് അവനെ മാറ്റിക്കളഞ്ഞൊരു കരമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ജീവിതത്തിൽ ശത്രു കരം കരം പ്രവർത്തിക്കുന്ന ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. പ്രവർത്തിക്കണമെങ്കിൽ ശത്രു നിന്നെ ഒന്ന് തൊട്ടു നോക്കണം. ശത്രു ഒന്ന് തൊട്ടു നോക്കണം. കാലങ്ങളോളം ആ പാത്രം അവിടെ ഇരുന്നിട്ട് ഈ ദൈവത്തിന്റെ കരം ആ കൊട്ടാരത്തിൽ ഇറങ്ങിയില്ല. പക്ഷെ ഈ പാത്രത്തെ എടുത്ത് വീഞ്ഞു കഴിക്കാൻ തുടങ്ങിയപ്പോൾ, അതിൻ്റെ അകത്ത് വെപ്പാട്ടിമാർ വീഞ്ഞൊഴിച്ച് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, ബേൽശസ്സറേ, നിനക്ക് വീഞ്ഞു കുടിക്കാനുള്ള പാത്രമല്ലത്, ദൈവത്തിന്റെ ആലയത്തിൽ ഞാൻ പ്രത്യേക പദവികൾക്ക് വേണ്ടി മാറ്റിവെച്ച പാത്രമാ, പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പാത്രമാ. അതെടുത്ത് നിനക്ക് വീഞ്ഞു കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഇന്ന് രാത്രികാലം നിന്റെ രാജത്വത്തെ ഞാൻ ഉടച്ചു കളയുകയാണ്. ദൈവത്തിന്റെ പാത്രങ്ങളെ തൊടുന്ന അന്ധകാര ശക്തിയുടെ കൂടാരങ്ങളെ ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം ദൈവം തന്റെ കരമയച്ച് വിടുവിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ശൈല എന്ന് പറയുന്ന ആ ആന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ശൈല എന്ന് പറയും, വണ്ണിക്കുളം ശൈല എന്ന് പറയുന്ന ആന്റിയോട് പറയുകയാണ്, ദൈവം എന്തുകൊണ്ടാണ് കരമയക്കാതിരിക്കുന്നത്? ശത്രു ഒന്ന് തൊട്ടു നോക്കട്ടെ, ശത്രു ഒന്ന് തൊട്ടു നോക്കട്ടെ. ദൈവത്തിന്റെ കരത്തിന് ബലമുണ്ടോ എന്നറിയാം. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കാത്തത്, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കാത്ത നമ്മൾ വിചാരിക്കും. തക്ക സമയത്ത് കരം നീട്ടി നിനക്കെതിരെ ശത്രു എഴുന്നേക്കുമെന്ന് തോന്നുന്ന മാത്രമാണ് എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുന്നത്. ഇന്ന് പകൽക്കാലം നിന്നെ തൊടുന്ന, നിന്റെ ശരീരത്തെ തൊടുന്ന, കുടുംബത്തെ തൊടുന്ന, ചില പാത്രങ്ങളെ തൊടുന്ന, ദൈവത്തിന്റെ പാത്രങ്ങളെ തൊടുന്ന ചില അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ കരമയച്ച് എന്റെ ദൈവം തകർത്ത് കളയാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ചലിക്കുകയാണ്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് വേണ്ടി ചലിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പാത്രങ്ങളെ തൊടുന്ന, ദൈവത്തിന്റെ പാത്രങ്ങളെ തൊടുവാൻ ശ്രമിക്കുന്ന ചില രോഗങ്ങളെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം ഇന്ന് പകൽക്കാലം ആ രോഗങ്ങളെ ഉന്മൂലനാശനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ കരമിറങ്ങി ചില രോഗങ്ങളെ ഇന്ന് പകൽക്കാലം തൊടുകയാണ്. ദൈവത്തിന്റെ പാത്രങ്ങളെ തൊടുന്ന ചില രോഗങ്ങൾ, ദൈവത്തിന്റെ പാത്രങ്ങളെ തൊടുന്ന ചില ശത്രുവിന്റെ പോരുകൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരമിറങ്ങി ആ പാത്രങ്ങളെ തൊടുന്ന ശത്രുവിനെ തകർത്ത് കളയുകയാണ്. ഇന്ന് പകൽക്കാലം അതിനെ തകർത്ത് കളയുകയാണ്. ശത്രുവിന്റെ കൂടാരത്തിന്റെ അകത്തേക്ക് നീണ്ടു ചെല്ലുന്ന ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമെന്ന് യബ്ബേസിനെ പോലെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. യബ്ബേസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്റെ കുടുംബത്തിന്റെ അകത്ത് എന്റെ തലമുറകളെ തൊടുന്ന, എന്റെ ഭാര്യയെ തൊടുന്ന, എന്റെ ഭർത്താവിനെ തൊടുന്ന അന്ധകാരത്തിന്റെ വ്യാപാരത്തിന് നേരെ നീ കൈവിരൽ ചലിപ്പിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരരുതെന്നൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. കുടുംബത്തിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരമിറങ്ങാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം കുടുംബത്തിന്റെ അകത്ത് തലമുറകളെ തൊടുന്ന, ഭർത്താക്കന്മാരെ തൊടുന്ന, ഭാര്യമാരെ തൊടുന്ന ആ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കരമിറങ്ങി തുടങ്ങുകയാണ്. ചില ബേൽശസ്സർമാരെ പകൽക്കാലം അധികാരത്തിൽ നിന്ന് ദൈവം മാറ്റാൻ പോവുകയാണ്. ശരീരത്തെ തൊടുന്ന, ശരീരത്തിന്റെ അവയവകാലം ദൈവത്തിന്റെ കൈയുടെ മുമ്പിൽ തകർന്നു പോവുകയാണ്. ദൈവത്തിന്റെ കൈയുടെ ശക്തിയാൽ അതിന്റെ വീര്യം കെട്ടുപോകാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, എന്റെ പാടിപ്പോയി, എന്റെ മുട്ടുകാലുകൾ വിറച്ചുപോയി എന്ന് പറഞ്ഞാൽ ശത്രുവിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പോലെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചില കുടുംബത്തിന്റെ അകത്ത് ചലിച്ചു തുടങ്ങുകയാണ്. ചില കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുകയാണ്. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് ഇന്ന് പകൽക്കാലം നിശ്ചയമായും എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ അതിരുകളെ ഒന്ന് വിശാലമാക്കണമേ. കർത്താവേ, നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് എന്നെ ഒന്ന് കാൽക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, കർത്താവേ, ആ കരം എന്നോട് കൂടെ ഇരിക്കണമേ. നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിന്റെ അകത്തിറങ്ങി അവന്റെ ഭിത്തിമേലെഴുതി അവന്റെ
അധികാരത്തെ തകർത്ത് കളഞ്ഞ കരമുണ്ടല്ലോ, പാത്രത്തെ തൊട്ടപ്പോൾ ദൈവത്തിന്റെ കരം ചലിച്ചെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തെ, മാനമുള്ളതാകാം, ഹീനമായ പാത്രമാകാം, ഏത് പാത്രമായാലും, പ്രായമുള്ള പാത്രം, പ്രായം കുറഞ്ഞ പാത്രം, ഏത് പാത്രത്തെ തൊട്ടാലും എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങുമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ കരം ചലിക്കുന്ന പകൽകാലമാണെന്ന് ചില കുടുംബത്തിന്റെ അകത്ത് ചില രോഗങ്ങളെ ഇന്ന് പകൽകാലം ദൈവം തൊടാൻ പോവുകയാണ്. ചില രോഗികളെ ഇന്ന് പകൽകാലം ദൈവം തൊടാൻ പോവുകയാണ്. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാട്ട്, കർത്താവെ ഇന്ന് പകൽക്കാലം യബ്ബേസിനെ പോലെ കർത്താവെ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അതിരുകളെ ഒന്ന് വിശാലമാക്കണമേ, കർത്താവെ ഞങ്ങളുടെ കരം ഞങ്ങളോട് കൂടെ ഒന്ന് ഇരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം കൂടെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് തലമുറകളുടെ മേല് ഇറങ്ങി വരുന്ന ചില ശത്രുവിന്റെ കരങ്ങളെ താടനം ചെയ്ത് കളയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരമിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഞങ്ങളുടെ കരത്തിന്റെ നടുവിൽ അവിടുന്ന് മറച്ചു വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സമസ്ത വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനകളെ കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ.